പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിൽ ഉൾപ്പെടെ ഇന്നലെ രാത്രിയിൽ ശക്തി പ്രാപിച്ച മഴ ഇപ്പോഴും തുടരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. ജില്ലയിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് മന്ത്രി പി.സി. വിഷ്ണുനാഥ് കോഴഞ്ചേരിയിൽ ക്യാമ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നു. ജില്ലയിൽ ആകെ 100 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3500-ലധികം പേരാണുള്ളത്. മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ കണ്ടെത്തി ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നത് തുടരുകയാണ്. രക്ഷാപ്രവർത്തനത്തിനായി 14 മത്സ്യബന്ധന ബോട്ടുകൾ എത്തുമെന്നും മന്ത്രി പറഞ്ഞു. 14 മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ ഇപ്പോൾ കൊല്ലത്ത് നിന്നും വാടി കടപ്പുറത്തു നിന്നും ആറന്മുളയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാസമയം നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന രൂപത്തിൽ അവിടെ സജ്ജരാക്കി നിർത്താനാണ് ഇപ്പോൾ തീരുമാനം. ഇതുവരെ കുഴപ്പമില്ലാതെയാണ് പോകുന്നത്. നമ്മളെങ്കിലും നമ്മുടെ ജാഗ്രതയ്ക്ക് ഒരു കുറവില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. റവന്യൂ മന്ത്രി മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു കൂടിയാലോചന കൊണ്ട് നടക്കുന്ന കാര്യശേഷം അദ്ദേഹം തന്നെ വന്ന് നിങ്ങളോട് മറ്റു കാര്യങ്ങൾ ചെയ്യും. ഇന്നലെ കിട്ടിയ വെതർ ഫോർകാസ്റ്റ് കറക്റ്റായിരുന്നു. അതിതീവ്ര മഴ രാത്രിയിൽ ഉണ്ടാകുമെന്നാണ്. പക്ഷെ നമ്മൾ അല്പം പോലും ഗൗരവം കുറയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും ശ്രദ്ധിക്കാനുള്ളത്. ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ജനപ്രതിനിധികളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും.